നമസ്കാരം കുട്ടികളെ, 5ാം ക്ലാസ്സിലെ പുതിയ സംസ്കൃതം പാഠപുസ്തകത്തിലെ 4ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചതുർത്ഥഃ പാഠഃ സൗഹാർദ്ദ കുസുമാനി. സൗഹാർദ്ദ കുസുമാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഹൃദത്തിൻ്റെ പൂക്കൾ എന്നാണ് അർത്ഥം. കുസുമം എന്നാൽ പൂവ് എന്നും കുസുമാനി അതിൻ്റെ ബഹുവചന രൂപമായിട്ടുള്ള പൂക്കൾ എന്ന് അർത്ഥം. സൗഹാർദ്ദം എന്നാൽ കൂട്ടുകെട്ട്. ഈ വീഡിയോയിൽ ഇതിൻ്റെ മലയാളം വിശദീകരണവും പഠന പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങളുമാണ് നൽകുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളുമെല്ലാം തന്നെ ഈ വീഡിയോ ചെയ്യുവാൻ എന്നെ കൂടുതൽ ഊർജ്ജസ്വലയാക്കുന്നു. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇത് 2ാമത്തെ ഏകകമാണ്. ഏകകം എന്നാൽ യൂണിറ്റ്. സാർത്ഥകം ജീവിതം എന്നാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര്. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം കണ്ടല്ലോ. ഇവിടെ ഒരു ഭൂമിയുടെ ചിത്രം കാണാം. ഒരു സൈഡ് പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂമിയെയും മറ്റൊന്ന് പ്രകൃതി ദൂഷിതമായിരിക്കുന്ന മലിനീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതിയെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അർത്ഥപൂർണം ഭവേത് ജീവിതം. ജീവിതം അർത്ഥപൂർണമാകണം. തദർത്ഥം ജീവിതേ ധാർമ്മിക മൂല്യാനി പരിപാലനീയാനി ഭവേയുഹു. അതിന് ജീവിതത്തിലെ ധാർമ്മിക മൂല്യങ്ങൾ പരിപാലനീയാനി പരിപാലിക്കണം. ഏകകേ അസ്മിൻ ഈ ഒരു ഏകകത്തിൽ സൗഹാർദ്ദ കുസുമാനി സർവേ ഭവന്തു സുഖിനഃ അഭയതാ മാതാ ഇതി ത്രയഃ പാഠാഃ സന്തി. ഈ ഒരു യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? സൗഹാർദ്ദ കുസുമാനി, സർവേ ഭവന്തു സുഖിനഃ, അഭയതാ മാതാ എന്നിങ്ങനെ. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഏതാദൃശാനി ധ്യേയവാക്യാനി ശ്രുതം കിം എന്നാണ് ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള ധ്യേയവാക്യങ്ങൾ കേട്ടിട്ടുണ്ടോ? 2 ധ്യേയവാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സത്യമേവ ജയതേ എന്നും മറ്റൊന്ന് യഥോ ധർമ്മസ്തതോ ജയഃ എന്നുള്ളതുമാണ്. എന്താണ് ഇവിടുത്തെ ആദ്യത്തെ ധ്യേയവാക്യം എന്ന് നോക്കാം നമുക്ക്. ധ്യേയവാക്യം എന്നാൽ മോട്ടോ എന്നാണ് അർത്ഥം. ഓരോരോ സ്ഥാപനത്തിനും ഓരോരോ ധ്യേയവാക്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ ധ്യേയവാക്യങ്ങൾ സംസ്കൃതത്തിലെ ഉപനിഷത്തുക്കളിൽ നിന്നോ മഹാഭാരതം, രാമായണം തുടങ്ങിയ ഇതിഹാസ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ എടുത്തതായിരിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 2 ധ്യേയവാക്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സത്യമേവ ജയതേ, സത്യം ജയിക്കട്ടെ, സത്യം തന്നെയാണ് ജയിക്കുന്നത്. എങ്ങനെയാണ്? വേദങ്ങളുടെ അവസാന ഭാഗമാണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്, വേദാന്തം. അവിടെ മുണ്ടകോപനിഷത്തിൽ നിന്നുള്ള ഒരു മന്ത്രത്തിൻ്റെ ഭാഗമാണ് ഈ മുദ്രാവാക്യം, ഈ ധ്യേയവാക്യം എന്നുള്ളത്. ഇത് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായ ദിനത്തിൽ ഇത് ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യമായിട്ട് അംഗീകരിക്കപ്പെട്ടു. എല്ലാ ഇന്ത്യൻ കറൻസികളിലും ദേശീയ രേഖകളിലും മുദ്രാപത്രങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ ചിഹ്നവും മുദ്രാവാക്യവും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നു. ഇനി അടുത്തത് എന്താണ്? യഥോ ധർമ്മസ്തതോ ജയഃ. ഇത് പരമോന്നത നീതിപീഠത്തിൻ്റെ മുദ്രാവാക്യമാണ്. ഏതാണ് പരമോന്നത നീതിപീഠം? നമ്മുടെ സുപ്രീം കോടതിയാണ് അല്ലേ. ഇത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ട് യുദ്ധത്തിൽ തൻ്റെ എല്ലാ മക്കളെയും നഷ്ടപ്പെട്ട കൗരവരുടെ അമ്മയായിട്ടുള്ള ഗാന്ധാരി പറഞ്ഞ വാചകമാണ്. യഥോ ധർമ്മസ്തതോ ജയഃ. ധർമ്മമുള്ളിടത്ത് വിജയമുണ്ട് എന്നുള്ളത്. ഇനി ശ്രുതാനി ധ്യേയവാക്യാനി വദതു. നിങ്ങൾ കേട്ടിട്ടുള്ള ധ്യേയവാക്യങ്ങൾ പറയാനാണ് പറയുന്നത്. ദ്വേ ധ്യേയവാക്യാനി അത്ര ദത്തേ. 2 ധ്യേയവാക്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. മാനവജീവനെ ധ്യേയവാക്യാനി ആപ്തവാക്യാനി സുഭാഷിതാനി ച നിതരാം പ്രാധാന്യമർഹന്തി. മാനവജീവനത്തിലെ മനുഷ്യജീവിതത്തിലെ ധ്യേയവാക്യങ്ങൾ, ആപ്തവാക്യങ്ങൾ, സുഭാഷിതങ്ങൾ നിതരാം പ്രാധാന്യം അർഹന്തി. എപ്പോഴും പ്രാധാന്യം അർഹിക്കുന്നവയാണ് ഈ ധ്യേയവാക്യങ്ങളാവട്ടെ അല്ലെങ്കിൽ ആപ്തവാക്യങ്ങൾ. ആപ്തന്മാർ പറയുന്ന വാക്യങ്ങളാണ് ആപ്തവാക്യങ്ങൾ. ആപ്തന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമുഖരായിട്ടുള്ള മഹാത്മാ
മഹാത്മാക്കൾ പറയുന്ന വാക്യങ്ങൾ. സുഭാഷിതങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല വാക്കുകൾ, അങ്ങനെയുള്ള ശ്ലോകങ്ങളാണ് സുഭാഷിതങ്ങൾ. ഇതൊക്കെ പ്രാധാന്യം അർഹിക്കുന്നു. കാരണം ഇവയെല്ലാം തന്നെ മനുഷ്യ ജീവിതത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഉപദേശങ്ങളും തത്വങ്ങളും തത്വചിന്തകളും എല്ലാം നൽകുന്ന വാക്യങ്ങളാണ്. അപ്പം ഇവിടെ ചോദിച്ചിട്ടുള്ളത് ധ്യേയവാക്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നത് പറയാനായിട്ട് പറയുന്നുണ്ട്. ശ്രുതാനി ധ്യേയവാക്യാനി വദതു. കുറച്ച് ഉദാഹരണങ്ങൾ നൽകാം. ഭാരത സർക്കാരിൻ്റെ സത്യമേവ ജയതേ, പിന്നെ ലോകസഭയുടെ ധർമ്മചക്ര പ്രവർത്തനായ, അതേപോലെ സുപ്രീം കോടതിയുടെ യഥോ ധർമ്മസ്തോ ജയ, ഓൾ ഇന്ത്യ റേഡിയോ ബഹുജനഹിതായ, ദൂരദർശനം സത്യം ശിവം സുന്ദരം, ഥലസേന അതായത് കരസേനയുടെ സേവാസ്മാകം ധർമ്മ, വായുസേന നഭാസ്പൃശം ദീപ്തം, ജലസേനയുടെ ശം നോ വരുണ. ഇങ്ങനെ ഒരുപാട് മോട്ടോകളുണ്ട്. നിങ്ങളിതുപോലെ തന്നെ ഓരോ മോട്ടോകൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇനി അടുത്തത് മൂല്യാധിഷ്ഠിതം ഭവതി ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ്. വിദ്യാലയാः സർവദാ ഏകത്വസ്യ സൗഹൃദസ്യ ച പ്രഭവസ്ഥാനാനി ഭവന്തി. സ്കൂളുകൾ, വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് എന്നും ഐക്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഇടങ്ങളാണ്. സ്നേഹം, ത്യാഗഃ, ദയ, മൈത്രി, പരോപകാരഃ, കാരുണ്യം. സ്നേഹം, ത്യാഗഃ ത്യാഗം, ദയ മൈത്രി സൗഹൃദം, പരോപകാരം, കാരുണ്യം അനുകമ്പ ഇത്യാദീനി വിവിധാനി മാനവിക മൂല്യാനി. ഇത്തരത്തിലുള്ള മാനുഷിക മൂല്യങ്ങൾ അധ്യയനേന സമാർജനീയാനി. നമ്മൾ പഠനങ്ങളിലൂടെ നമ്മൾ വളർത്തിയെടുക്കണം. കാനിജന സുഭാഷിതാനി പഠാമഹ. ചില സുഭാഷിതങ്ങൾ നമുക്ക് പഠിക്കാം. സുഷ്ഠു പ്രോക്തമാണ് സുഭാഷിതം അഥവാ സുഭാഷിതമാണ്. നല്ല വാക്കുകളെയാണ് സുഭാഷിതങ്ങളെന്ന് പറയുന്നത്. ഒന്നാമത്തെ സുഭാഷിതത്തിലേക്ക് കടക്കാം. സുഭാഷിതങ്ങളെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജയേ താദൃശം മിത്രം വിഷകുംഭം പയോമുഖം. പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജയേത് താദൃശം മിത്രം വിഷകുംഭം പയോമുഖം. ഇതിൻ്റെ അന്വയം എന്താണ്? ഈ ഒരു ശ്ലോകത്തിന് സെൻറ്റൻസാക്കി മാറ്റുകയാണ് അന്വയത്തിലൂടെ. അതേ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ബ്രാക്കറ്റിൽ കൊടുക്കുന്ന വാക്കുകൾ ഈ വാചകങ്ങളെ മുഴുമിപ്പിക്കാൻ വേണ്ടിയിട്ട് നൽകുന്നവയാണ്. ബാക്കിയെല്ലാം തന്നെ ആ ശ്ലോകത്തിൽ കൊടുത്തിട്ടുള്ളതാണ്. നോക്കാം നമുക്ക്. പരോക്ഷമായിട്ട് നമ്മൾ കാണാതെ അല്ലെങ്കിൽ രഹസ്യമായിട്ട് കാര്യഹന്താരം നമ്മുടെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുക. നേരിട്ടല്ല, നമ്മളറിയാതെ പരോക്ഷമായിട്ട് പ്രവൃത്തികളെ തടസ്സപ്പെടുത്തുന്നവനും. പ്രത്യക്ഷേ പ്രിയവാദിനും, ഇനി നമ്മളെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മനോഹരമായിട്ട് നമ്മളെക്കുറിച്ചിട്ട് സംസാരിക്കുന്നതും നല്ല വാക്കുകൾ പറയുന്നതും. ച യത് മിത്രം, അങ്ങനെയുള്ള മിത്രം ആരാണോ, താദൃശം മിത്രം, അത്തരത്തിലുള്ള മിത്രം എങ്ങനെയുള്ളവനാണ്? പയോമുഖം വിഷകുംഭം ഇവ. പയോമുഖം അതായത് പാല് നിറച്ചിട്ടുള്ള പാത്രമാണ്, പക്ഷേ വിഷകുംഭമാണ്. അതായത് എന്താണ്? പാല് നിറച്ച വിഷപാത്രം എന്ന് നമുക്ക് പറയാം. ഉപരിതലത്തിൽ പാലുണ്ടാവും, പക്ഷെ ഉള്ളിൽ വിഷമാണ് അടങ്ങിയിട്ടുള്ളത്. അങ്ങനെയുള്ള പാത്രം. ഇവ വർജിയേത്, അതുപോലെ നമ്മൾ ഒഴിവാക്കണം. കാണുമ്പോൾ പാലാണെന്ന് തോന്നും, പക്ഷെ വിഷമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ വളരെ മനോഹരമായിട്ട് നമ്മൾ ഉയർത്തി സംസാരിക്കും, നമ്മളെക്കുറിച്ച് നല്ലത് മാത്രം സംസാരിക്കും. പക്ഷെ പരോക്ഷമായിട്ട് നമ്മളെ കുറ്റം പറയുകയും നമുക്ക് നമ്മുടെ എല്ലാ പ്രവർത്തികളെ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന സുഹൃത്ത് എന്താണ്? വിഷമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളെന്നെ ഒഴിവാക്കണം. ഇനി ഇതിൻ്റെ ആശയം നമുക്ക് നോക്കാം. ഈ ഒരു അന്വയത്തിൻ്റെ സംസ്കൃതം ആശയമാണ് കേട്ടോ ഇത്. ഒന്നും കൂടി വിശദീകരിച്ച് അർത്ഥം പറയുക എന്നുള്ളതാണ് ഇവിടെ. കാനിചന മിത്രാണി, ചില മിത്രങ്ങൾ, കൂട്ടുകാർ, അസ്മാകം പുരതഃ, നമ്മുടെ മുമ്പിൽ,
പുരതഹ എന്ന് പറഞ്ഞാൽ മുൻപിൽ. പ്രിയം വദന്തി, നല്ല പ്രിയമായിട്ടുള്ള വാക്കുകൾ, നല്ല വാക്കുകൾ പറയുന്നു. നല്ല വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഹിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടുന്നതാണ്, നമുക്ക് നന്മ വരുന്നതാണ്. പ്രിയം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ ഉയർത്തി പറയുകയാണ്, സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ. കിന്തു തേ അസ്മാകം അസാന്നിധ്യേ, പക്ഷേ നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മളില്ലാതെ ഇരിക്കുന്ന സമയത്ത് കാര്യവിഘ്നം കുറുവന്തി, കാര്യവിഘ്നത്തെ ചെയ്യുന്നു, നമ്മുടെ പ്രവർത്തികളെ തടസ്സപ്പെടുത്തുന്നു. ഉപരിഭാഗേ ക്ഷീരയുക്തം, മുകളിൽ പാല് നിറഞ്ഞതും, അന്തഃ ഉള്ളിൽ വിഷപൂർണ, അതായത് എന്താണ്, ഉള്ളിൽ വിഷം നിറഞ്ഞതുമായിട്ടുള്ള ഘടം, ഒരു പാത്രം, ഒരു കുടം. യഥാവർജ്യം തഥാ താദൃശം മിത്രം വർജയത്, എപ്രകാരമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് അപ്രകാരം നമ്മൾ അത്തരത്തിലുള്ള മിത്രങ്ങളെയും ഒഴിവാക്കണം. 2 വിഗ്രഹങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് കാര്യഹന്താരം, കാര്യം ഹന്തി ഇതി കാര്യഹന്ത, കാര്യത്തെ പ്രവൃത്തിയെ കൊല്ലുന്നവൻ, അവനാണ് കാര്യഹന്ത. തം, അവനെ കാര്യഹന്താരം എന്ന് പറയുന്നു. പ്രിയവാദിനം, പ്രിയം വദതി, അതായത് നല്ല മനോഹരമായിട്ട് നമുക്ക് സന്തോഷം നൽകുന്ന വാക്കുകൾ പറയുന്നവൻ പ്രിയവാദി. തം, അവനെയാണ് പ്രിയവാദിനം. ഇനി അടുത്ത ശ്ലോകം സുഭാഷിതം നോക്കാം. കരാവിവ ശരീരസ്യ നേത്രയോരിവ പക്ഷ്മണി അവിചാര്യ പ്രിയം കുര്യാത് തന്മിത്രം മിത്രമുച്യത്തെ. കരാവിവ ശരീരസ്യ നേത്രയോരിവ പക്ഷ്മണി അവിചാര്യ പ്രിയം കുര്യാത് തന്മിത്രം മിത്രമുച്യത്തെ. അന്വയം എന്താണ്? ശരീരസ്യ കരൗ ഇവ നേത്രയോഹോ പക്ഷ്മണി ഇവ. ശരീരസ്യ കരൗ ഇവ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ കൈകൾ പോലെ. കരൗ, കരഹ എന്ന് പറഞ്ഞാൽ കൈ, കരൗ എന്ന് പറഞ്ഞാൽ 2 കൈകൾ പോലെ, ഇവ എന്ന് പറഞ്ഞാൽ പോലെ. നേത്രയോഹോ, കണ്ണുകൾക്ക്, 2 കണ്ണുകൾക്ക്, പക്ഷ്മണി ഇവ, കൺപോളകൾ പോലെ. യത് മിത്രം, എങ്ങനെയുള്ള മിത്രമാണോ, അവിചാര്യ പ്രിയം കുര്യാത്, ചിന്തിക്കാതെ തന്നെ പ്രിയം ചെയ്യുന്നത്, അതായത് എന്താണ്, നല്ലത് ചെയ്യുന്നത്. തത് മിത്രം മിത്രമുച്ചത, അത്തരത്തിലുള്ള മിത്രത്തിനെയാണ്, സുഹൃത്തിനെയാണ് സുഹൃത്ത് എന്ന് വിളിക്കുന്നത്. ഇനി ആശയം നോക്കാം. ദേഹസ്യ കൃതേ കരൗ, ദേഹം നമ്മുടെ ശരീരത്തിൻ്റെ എങ്ങനെയാണോ കൈകളുള്ളത്. നയനയോഹോ, അതായത് കണ്ണുകൾക്ക്, പക്ഷ്മണീച്ച, അതായത് കണ്ണുകൾക്ക് കൃതേ പക്ഷ്മണീച്ച, കൺപോളകൾ പോലെ. യഥാ ജഡിത്യവ പ്രയോജനം കുരുതഃ, പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല പ്രയോജനങ്ങൾ നൽകുന്നത്, നമുക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നത്. തഥാ യഹ അവിചാര്യ അസ്മഭ്യം സഹായം കരോതി, അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമുക്ക് സഹായം നൽകുന്നത്. സ ഏവ ഉത്തമഃ, സുഹൃത്ത്, അവനാണ് ഉത്തമനായിട്ടുള്ള സുഹൃത്ത്. പദച്ഛേദഃ കരാവിവ, കരൗ പ്ലസ് ഇവ, കരാവിവ. പദച്ഛേദം നോക്കാം. പദച്ഛേദഃ കരാവിവ, കരൗ അധികം ഇവ. നേത്രയോരിവ, ശ്രദ്ധിക്കണേ, നേത്രയോഹോ അധികം ഇവിടെ വിസർഗചിഹ്നം കൂടി വരുന്നുണ്ട്. പദച്ഛേദങ്ങളൊക്കെ നിർബന്ധമായിട്ട് പഠിക്കണം, പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. യസ്യ മിത്രേണ സംഭാഷ യസ്യ മിത്രേണ സംസ്ഥിതിഃ മിത്രേണ സഹയോ ഭുങ്ക്തേ തതോ നാസ്തിഹ പുണ്യവാൻ. യസ്യ മിത്രേണ സംഭാഷ യസ്യ മിത്രേണ സംസ്ഥിതിഃ മിത്രേണ സഹ യോ ഭുങ്ക്തേ തതോ നാസ്തിഹ പുണ്യവാൻ. യസ്യ മിത്രേണ സംഭാഷ, അതായത് ആരാണോ സുഹൃത്തിനോട് നന്നായിട്ട് സംസാരിക്കുന്നത്. യസ്യ മിത്രേണ സംസ്ഥിതിഃ, സുഹൃത്തിനോടൊപ്പം താമസിക്കുന്നവൻ അല്ലെങ്കിൽ വർത്തിക്കുന്നത്, ഒപ്പമുള്ളവൻ. യഹ മിത്രേണ സഹ ഭുങ്ക്തേ, ആരാണോ സുഹൃത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത്, ഒരുമിച്ച് കഴിക്കുന്നത്. തതഃ പുണ്യവാൻ ഇഹ നാസ്തി, ഇത്തരത്തിലുള്ള പുണ്യവാൻ, നന്മയുള്ളവൻ ഈ ലോകത്ത് വേറെയില്ല എന്നാണ് പറയുന്നത്.
ഇതിൻ്റെ ആശയം നോക്കാം. യഹ സുഹൃജനേന സഹ സംഭാഷണം കരോതി, ആരാണോ സുഹൃത്തുക്കളുടെ കൂടെ സംഭാഷണം ചെയ്യുന്നത്, തേന സഹ വർത്തതേ, അവരോട് കൂടെ താമസിക്കുന്നത്, തേന സഹ ഭുങ്ക്തേ, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത്, ച തസ്മാത് പുരുഷാത് അന്യഹ കോപി, അങ്ങനെയുള്ള പുരുഷൻ മറ്റ് പുണ്യവാന്മാർ, കോപി പുണ്യവാൻ അസ്മി ലോകേ നാസ്തി, വേറൊരു പുണ്യവാൻ വേറെ ഇല്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു പദച്ഛേദമുണ്ട്. തതോ നാസ്തീഹ, തതഹ അധികം ന അധികം അസ്തി അധികം ഇഹ. വലിയൊരു പദച്ഛേദമാണ്, നിർബന്ധമായിട്ട് പഠിക്കുക. ഇനി ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. സുഭാഷിതാനി സതാളം ആലപതു, സുഭാഷിതങ്ങൾ നല്ല താളത്തോട് കൂടിയിട്ട് ചൊല്ലാനാണ് പറയുന്നത്. ടീച്ചർ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ട്യൂണ് നൽകിയിട്ടുണ്ട്. അതല്ല, അതിലും മനോഹരമായിട്ട് ചൊല്ലാൻ കഴിവുള്ള കുഞ്ഞുമക്കളാണ് നിങ്ങൾ. അതുകൊണ്ട് നല്ല താളത്തോടു കൂടി ചൊല്ലാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അടുത്തത് നോക്കൂ. ശബ്ദകോശം നിരീക്ഷ്യ നൂതന പദാനാം അർത്ഥം ടിപ്പണി പുസ്തകെ ലിഖതു. ശബ്ദകോശം അതായത് ഒരു ഡിക്ഷണറി എന്നാണ് അർത്ഥം കേട്ടോ. നിരീക്ഷ്യ, നിരീക്ഷിച്ചിട്ട് നോക്കിയിട്ട് നൂതന പദാനാം, നൂതന പദങ്ങൾ, നിങ്ങൾക്ക് അറിയാത്ത വാക്കുകളുടെ അർത്ഥം ടിപ്പണി പുസ്തകത്തിൽ, നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതാനാണ് പറയുന്നത്. ലിഖതു എന്ന് പറഞ്ഞാൽ എഴുതൂ. ഇപ്പം നോക്കൂ. അധുന ഇതാനും, അധുന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നുള്ള അർത്ഥത്തില. കരൗ എന്ന് പറഞ്ഞാൽ കൈകൾ. അതിന് വേറൊരു സംസ്കൃത പദം എന്താണ്? ഹസ്തോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5ാം ക്ലാസ്സാണ്, അതുകൊണ്ട് തന്നെ എത്രമാത്രം ശബ്ദകോശത്തിൽ നിന്നുള്ള പദങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പഠിക്കുന്നു, മനനം ചെയ്യുന്നു, അത്രയും നിങ്ങളുടെ സംസ്കൃത ഭാഷ അതിൻ്റെ പരിജ്ഞാനം ഉയർന്നു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പഠന പ്രവർത്തനങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം. ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാനം നൽകിയിട്ടുള്ള വാക്കുകൾ തന്നെയാണ് ഇത്. അധുന ഇപ്പോൾ, കരൗ ഇരുകൈകൾ, കാര്യഹന്താരം പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുന്നവനെയാണ് കാര്യഹന്താരം എന്ന് പറയുന്നത്. ത്യാഗഃ ത്യാഗം, ദയ ദയ, ധ്യേയവാക്യാനി അതായത് ധ്യേയവാക്യങ്ങൾ, നിധാനാനി ഉറവിടങ്ങൾ എന്നാണ് പ്രഭവസ്ഥാനങ്ങൾ എന്നർത്ഥം എന്നാണ് നിധാനാനി. പക്ഷ്മണി കൺപോളകൾ, പരോക്ഷേ അതായത് പ്രത്യക്ഷത്തിലല്ലാതെ നമ്മൾ കാണുന്നില്ല നേരിട്ട്. പരോപകാര പരോപകാരം, പ്രത്യക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. മിത്രം എന്ന് പറഞ്ഞാൽ സുഹൃത്ത്. മൂല്യവത് മൂല്യമുള്ള. മൈത്രി സൗഹൃദം. വർജയേത് ഉപേക്ഷിക്കണം. സംസ്ഥിതി ഒന്നിച്ചായിരിക്കുക എന്നാണ് അർത്ഥം. ഇവിടെ താമസിക്കുക എന്നോ വർത്തിക്കുക എന്നോ ഒരുമിച്ചിരിക്കുക എന്നുള്ള അർത്ഥമൊക്കെ വരും. അടുത്തത് സംഭാഷ, സംഭാഷണം ചെയ്യുക, അതാണ് സംഭാഷ എന്ന് പറഞ്ഞാൽ സംഭാഷണം. സർവദാ സദാ എപ്പോഴും. ഇനി അടുത്ത പഠന പ്രവർത്തനം നോക്കാം. മൈത്രി അത് സൗഹൃദം. ഇത്യാശയുക്താനി ഇത് ആശയയുക്താനി ഇത്തരത്തിലുള്ള ആശയങ്ങൾ വരുന്ന സുഭാഷിതാനി സുഭാഷിതങ്ങൾ. സഞ്ചിന്യ അതായത് കണ്ടെത്തിയിട്ട് സമ്പുടം രചയതു, നിങ്ങൾ ഒരു സമ്പുടം ഉണ്ടാക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ശ്ലോകം തന്നിട്ടുണ്ട്, ഒരു സുഭാഷിതം നൽകിയിട്ടുണ്ട്. പാപാൻ നിവാരയതി യോചയതേ ഹിതായ ഗുഹ്യം വികൂഹതി ഗുണാൻ പ്രകടീകരോതി ആപദ്ഗതം ച ന ജഹാതി തദാദി കാലേ സന്മിത്രലക്ഷണമിതം പ്രവദന്തി സന്താ. ഇവിടെ എന്താണ്? പാപാൻ നിവാരയതി, പാപങ്ങളെ നമുക്കുള്ള തെറ്റുകൾ കുറ്റകൃത്യങ്ങൾ ഇതിനൊക്കെ എന്താ പറയുക നിവാരയതി നിവാരണം ചെയ്യുന്നത് ഒഴിവാക്കുന്നവനും അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നവനും. യോജയതേ ഹിതായ നിങ്ങൾക്ക് നന്മ വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവനും. ഗുഹ്യം വികൂഹതി അതായത് എന്താണ്? നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും സംരക്ഷിക്കപ്പെടുന്നവനും. അതേപോലെ ഗുണാൻ പ്രകടീകരുതി നിങ്ങളുടെ നല്ല ഗുണങ്ങളെയെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും.
ആപദ്ഗതം അതേപോലെ ആപത്ത് വരുമ്പോൾ ചെന്ന ജഹാതി തഥാതി കാലേ അത് നമ്മൾ ഒഴിവാക്കില്ല. ആപത്ത് വരുമ്പോഴും നമ്മുടെ ഒപ്പമുള്ളവൻ നമ്മുടെ സുഹൃത്തായിട്ട് വരുന്നവൻ, ആപത്തിൽ സഹായിക്കുന്നവനാണല്ലോ യഥാർത്ഥ സുഹൃത്ത്. അങ്ങനെയുള്ളവനാണ് സന്മിത്ര ലക്ഷണമിതം, നല്ല സുഹൃത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് അതാണ് എന്നാണ് മഹാത്മാക്കൾ പറയുന്നത്. ഇനി വേറെ കുറച്ച് സുഭാഷിതങ്ങൾ കൂടി നിങ്ങൾക്ക് നൽകാം. ആഢ്യോ വാ ബിദരിദ്രോ വാ ദുഃഖിത സുഖിതോ ബിവ നിർദോ. ഇനി മറ്റ് സുഭാഷിതങ്ങൾ കൂടി നിങ്ങൾക്ക് നൽകാം. 3 എണ്ണമാണ് ഇവിടെ ടീച്ചർ നൽകുന്നത്, ബാക്കി കൂടി നിങ്ങൾ കണ്ടെത്തണം. ആഢ്യോ വാ ബിദരിദ്രോ വാ ദുഃഖിത സുഖിതോ ബിവ നിർദോഷോ വ സദോഷോ വാ വയസ്യ പരമാഗതി. ഇത് രാമായണത്തിലെ 4ാമത്തെ കാണ്ഡത്തിൽ ഉള്ളതാണ് ഈ ഒരു ശ്ലോകം. സമ്പന്നനായാലും ആഢ്യനായാലും സമ്പന്നനായാലും ദരിദ്രോവ ദരിദ്രനായാലും ദുഃഖിതനായാലും സുഖിതോവ സന്തോഷവാനായാലും നിർദോഷോ നിരപരാധിയായാലും സദോഷോ ദോഷമുള്ളവനായാലും തെറ്റ് ചെയ്തവനായാലും വയസ്യ പരമാഗതി സുഹൃത്താണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പിന്തുണ എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തതൊരെണ്ണം കൂടിയും പറയാം. തദേവാസ്യ പരം മിത്രം യത്ര സംക്രാമതി ദ്വയം ദൃഷ്ടേ സുഖം ച ദുഃഖം ച പ്രതിച്ഛായേവ ദർപ്പണേ. കണ്ണാടിയിൽ നോക്കുമ്പോൾ സ്വന്തം പ്രതിബിംബം കാണുന്ന പോലെയാണ് സുഹൃത്തിന് സന്തോഷവും ദുഃഖവും ഒരുപോലെ പ്രതിഫലിക്കുന്ന മുഖമുള്ളവൻ മാത്രമേ ഉത്തമ സുഹൃത്താകുള്ളൂ. അതായത് സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖത്തിലും ദുഃഖത്തിലും അവനും അതുപോലെ ആ ഒരു വിഷമം കാണാനായിട്ട് സാധിക്കും. അതേപോലെയാണ് നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബം കാണുന്നുണ്ട് അല്ലേ, അതേപോലെയാണ് നമുക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് സുഹൃത്തിലും നിഴലിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവനാണ് ഉത്തമ സുഹൃത്ത്. മറ്റൊരെണ്ണം ആചാര്യ ഭർതൃഹരിയുടെ കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആരംഭഗുർവീ ക്ഷയിനീ ക്രമേണ ലഘ്വീ പുരാവൃദ്ധിമതീ ച പശ്ചാത് ദിനസ്യ പൂർവാർദ്ധ പരാർദ്ധ ഭിന്ന ഛായേവ മൈത്രീ ഖലസജ്ജനാനാം. ദുഷ്ടൻ്റെയും മാനിന്യൻ്റെയും സൗഹൃദത്തെ വേർതിരിക്കുന്ന ഒരു സുഭാഷിതമാണിത്. രാവിലെ നിഴൽ വലുതാണെങ്കിൽ ഉച്ചയാകുമ്പോൾ അതിങ്ങനെ കുറഞ്ഞു ചെറുതാകുന്നത് പോലെയാണ് ദുഷ്ടൻ്റെ സൗഹൃദം. തുടക്കത്തിൽ വളരെ ഗംഭീരമായിട്ട് നമ്മളോട് സുഹൃബന്ധമൊക്കെ കാണിക്കും, പക്ഷേ പിന്നീട് സൂര്യൻ ഉച്ചയാകുമ്പോൾ നിഴലിങ്ങനെ കുറഞ്ഞു വരും അല്ലേ. ഇപ്പോൾ ഒരു ഷാഡോ, ഒരു മരത്തിൽ സൂര്യൻ ഇങ്ങനെ കാലത്ത് ഉദിക്കുമ്പോൾ അതിൻ്റെ നിഴൽ വലുതായിരിക്കും, പിന്നെ ഉച്ചസ്ഥായിയിലെത്തുമ്പോൾ അതിൻ്റെ നിഴൽ കുറഞ്ഞു വരും. അതേപോലെയാണ് ചില ദുഷ്ടനായിട്ടുള്ള സുഹൃത്തും ആദ്യമൊക്കെ വളരെ ഒപ്പം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനിയോ പക്ഷേ പിന്നീട് ഈവനിങ് ആകുമ്പോൾ ഇങ്ങനെയാണ്, ആ ഉച്ച കഴിഞ്ഞതിന് ശേഷം നല്ല സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യം ചെറിയ ഷാഡോ ആയിരിക്കും ഉണ്ടാവുക നിഴൽ, പിന്നെ അത് ഉയർന്നു വലുതായി വരും. അങ്ങനെയാണ് സുഹൃത്തിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ട് ക്രമേണ വർദ്ധിപ്പിക്കണം. ആദ്യം വളരെ ചെറുതായിട്ടേ ഉണ്ടാവുള്ളൂ, പക്ഷേ പിന്നെ നമ്മുടെ കൂടെ തന്നെയുള്ളവനാണ് യഥാർത്ഥ സുഹൃത്ത്. കാരണം പകലിൻ്റെ 2ാം പകുതിയുടെ തുടക്കത്തിൽ, അതായത് ഉച്ചയ്ക്ക് നിഴൽ ചെറുതാവും. നിങ്ങൾ സൂര്യൻ അഭിമുഖമായിട്ട് നിന്ന് നിങ്ങളെ തന്നെ നിഴൽ നോക്കിയാൽ മതി. കാലത്ത് എങ്ങനെയാണ് ആദ്യം വലിയ നിഴലാവും, ഉച്ചയാകും തോറും നിങ്ങളുടെ നിഴൽ കുറഞ്ഞ് നിങ്ങളുടെ ഒപ്പം തന്നെ വന്ന് നിൽക്കും. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം എങ്ങനെയാണ് വീണ്ടും നിഴൽ ചെറുതായി വരും, പിന്നെ ഈവനിങ് ആകുമ്പോഴേക്കും വലുതായി വരും. അപ്പോൾ എങ്ങനെയാണ്, ദുഷ്ടനാണെങ്കിൽ ആദ്യം വലിയ രീതിയിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് വരും, പിന്നെ നിങ്ങളോട് കുറച്ച് ആ സഹായം ഇല്ലാണ്ടാവും. അതാണ് ദുഷ്ടനായിട്ടുള്ള സുഹൃത്ത്. മറ്റ് നല്ല സുഹൃത്താണെങ്കിലോ ആദ്യം കുറച്ചും പിന്നീട് കൂടി സുഹൃത്ബന്ധം വളരെ നല്ലൊരു ആത്മബന്ധമായി തീരുന്ന യഥാർത്ഥ സുഹൃത്തായിരിക്കും. ഇനി സുഭാഷിതാനി പഠിത്വ ആശയം വദതു അവതാരയതു ച.
അതായത് സുഭാഷിതങ്ങൾ പഠിച്ചിട്ട് വായിച്ചിട്ട് ആശയം ആശയം പറയുക, എന്നിട്ട് അത് അവതരിപ്പിക്കാൻ ക്ലാസ്സിൽ. ആശയം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം അത് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പഠന പ്രവർത്തനങ്ങൾ. ഇനി രക്തസ്ഥാനാനി പൂരയിതു, നമ്മുടെ ഫില്ല് ഇൻ ദ ബ്ലാങ്ക് ആണ്. ഇവിടെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ് പറയുന്നത്. ഇവിടെ ശബ്ദരൂപങ്ങളാണ്, നപുംസകലിംഗ പദങ്ങളാണ്. അതിൻ്റെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ഏകവചനം എന്ന് പറഞ്ഞാൽ ഒരാളായിരിക്കും, ദ്വിവചനം എന്ന് പറഞ്ഞാൽ 2 പേരായിരിക്കും, ബഹുവചനം എന്ന് പറഞ്ഞാൽ 3ഓ അതിലധികമോ. അപ്പോൾ വനം എന്ന് പറഞ്ഞാൽ കാട്. അപ്പോൾ ഒരു കാട്, 2 കാടാണെങ്കിൽ വനേ എന്നും, കുറേ കാടുകൾ എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ വനാനി എന്നും പറയുന്നു. യാനം എന്ന് പറഞ്ഞാൽ ഒരു നപുംസകലിംഗം പദമാണ്. അത് വാഹനം എന്നാണ് അർത്ഥം. ഒരു വാഹനം യാനം, 2 വാഹനമാണെങ്കിലോ യാനേ, പിന്നെയോ കുറേ വാഹനങ്ങളാണെങ്കിൽ യാനാനി. അടുത്തത് നയനേ, അത് ദ്വിവചനമാണ്, 2 കണ്ണുകൾ. ഒരു കണ്ണിനാണെങ്കിലോ നയനം, നയനേ, നയനാനി. അടുത്തത് ശരീരം, ദേഹമാണ്, ബോഡി. ശരീരം, ശരീരേ, ശരീരാണി. അടുത്തത് മിത്രം, മിത്രേ, മിത്രാണി. മിത്രം എന്ന് പറഞ്ഞാൽ സുഹൃത്ത്, മിത്ര എന്ന് പറഞ്ഞാൽ 2 സുഹൃത്തുക്കൾ, മിത്രാണി എന്ന് പറഞ്ഞാൽ കുറേ കൂട്ടുകാർ. അടുത്തത് നോക്കൂ, ഭവതഃ ഗൃഹേ ഉദ്യാനം അസ്തി ഖലു. നിങ്ങളുടെ വീട്ടിൽ ഉദ്യാനമില്ലേ, പൂന്തോട്ടമില്ലേ? കാനി പുഷ്പാണി തത്ര വിലസന്തി. ഏതൊക്കെ പൂക്കളാണ് അവിടെയുള്ളത്? പ്രതിദിനം ഉദ്യാന പരിപാലനായ, ഉദ്യാനം നന്നായി നോക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക? ജലം സിഞ്ചതി എന്ന് പറഞ്ഞാൽ എന്താണ്? ജലം കൊണ്ട് നനയ്ക്കുന്നു അല്ലേ, വെള്ളം നനയ്ക്കുന്നുണ്ട്. അതുപോലെ ചെടികളെ പരിപാലനം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പറയാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഈ ഒരു ചാനലിൻ്റെ മറ്റൊരു വീഡിയോ നൽകിയിട്ടുണ്ട്. നിർബന്ധമായിട്ടും അത് കാണാനായിട്ട് ശ്രമിക്കണം കുഞ്ഞുങ്ങളെ. അത് പുഷ്പങ്ങളുടെ 25 പൂക്കളുടെ പേരുകളാണ് സംസ്കൃതത്തിൽ നൽകിയിട്ടുള്ള വീഡിയോയാണ്. അത് നിങ്ങൾക്ക് ഈ ഒരു പഠന പ്രവർത്തനം ചെയ്യാനായിട്ട് സഹായിക്കും. സമയദൈർഘ്യം കൂടുതലുള്ളത് കൊണ്ടാണ് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് കാണാനായിട്ട് ശ്രമിക്കുമെന്ന് കരുതുന്നു. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. കുഞ്ഞുമക്കളെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നെ കൂടുതൽ പ്രാപ്തയാക്കുന്നുണ്ട്, കൂടുതൽ ഊർജ്ജസ്വലയാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറ്റും രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. കൂടാതെ നിങ്ങളിൽ പലരും ചോദിക്കുന്നുണ്ട് ഈ വീഡിയോയുടെ മറ്റൊരു വീഡിയോ കാണുന്നില്ല എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഈ ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ ബട്ടനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ, ഒരു ബെൽ ബട്ടൺ കാണാനായിട്ട് സാധിക്കും. അതുകൂടി ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ തന്നെ നമ്മുടെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.